ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികളെയും പരിശുദ്ധ സഭ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഞായറാഴ്ചയാണല്ലോ. നമ്മുടെ വാങ്ങിപ്പോയവർ ദൈവസന്നിധിയിൽ സജീവരായി വസിക്കുന്നു എന്നത് സംശയം കൂടാതെ നാം ഇന്ന് വിശ്വസിക്കുന്ന വസ്തുതയാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ ചില സംശയങ്ങൾ അലട്ടാറുണ്ട്. അവർ ഇപ്പോൾ എവിടെയാണ്? അവർ മൗനതയിലാണോ? അവർ എന്ത് ചെയ്യുകയാണ്? അവർക്ക് സംസാരിക്കാൻ കഴിയുമോ? അവർ നമ്മെ കാണുന്നുണ്ടോ? നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതെല്ലാം സാധാരണ നമ്മുടെ മനസ്സിന് ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്, സംശയങ്ങളാണ്. മരിച്ചവരാരും തിരികെ വന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നതുകൊണ്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം സംശയങ്ങൾ സ്വാഭാവികവുമാണ്. ഈ പശ്ചാത്തലത്തിൽ വേദപുസ്തകം നൽകുന്ന സൂചനകളാണ് അവരുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനുള്ള ഏക മാർഗം. അതിൽ തന്നെ നമ്മുടെ കർത്താവ് നൽകുന്ന സൂചനകൾക്കാണ് പ്രഥമ സ്ഥാനം. അത് കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ പൗലോസ്ലീഹായും മറ്റ് അപ്പോസ്തലന്മാരും എല്ലാം നൽകുന്ന അനേക സൂചനകളുണ്ട്. അവയ്ക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് സഭ കൊടുക്കുന്നത്. കർത്താവ് നൽകുന്ന സൂചനകൾ നാം അനേക തവണ കേട്ടിട്ടുള്ളവയാണെങ്കിലും 4-5 കാര്യങ്ങൾ ക്രമമായിട്ട് ചുരുക്കമായിട്ട് പറയട്ടെ. ഒന്നാമതായിട്ട്, വലത്തുഭാഗത്തെ കള്ളന് മരണസമയത്ത് കർത്താവ് നൽകിയ വാഗ്ദത്തമാണ്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ആയിരിക്കും എന്ന് അവനോട് പറയുന്നു. അനുതാപത്തോടുകൂടി പാപക്ഷമ നേടി മരിക്കുന്നവർ പർദീസായിലേക്ക് പ്രവേശിക്കുകയാണ്. പർദീസ ജീവന്റെ പട്ടണമാണ്. ആദാമും ഹവ്വായും പാപം ചെയ്യുന്നതിന് മുൻപ് വസിച്ച സ്ഥലമാണ്. എപ്പോഴും ദൈവസംസർഗം നിറഞ്ഞതും സന്തോഷ ഉല്ലാസങ്ങൾ കൊണ്ട് ഭരിതവുമായിരിക്കുന്ന സുന്ദരമായ സ്ഥലം. ആ സ്ഥലത്തേക്കാണ് നമ്മുടെ വാങ്ങിപ്പോയവർ കടന്ന് പോകുന്നത്. രണ്ടാമതായി, യായിറോസിന്റെ മകളുടെ മരണക്കിടക്കയ്ക്കരികിൽ നിന്നുകൊണ്ട് കരച്ചിലും അലമുറയും ഇടുന്ന ജനത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത് അത്രേ ഉള്ളൂ എന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:24. ഇത് തന്നെ ലാസറിന്റെ മരണത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോഴും, നമുക്ക് പ്രിയനായവൻ നിദ്ര കൊള്ളുന്നു, അവനെ ഉണർത്തുവാൻ നമുക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 11:11. ഇവിടെ 2 സൂചനകൾ ഈ 2 ഭാഗത്തും നമുക്ക് ലഭിക്കുന്നത് മരണം ഒരു ഉറക്കം പോലെയാണ്. അത് നിത്യമായ നാശമോ ഇല്ലായ്മയാകലോ അല്ല. ഈ ഉറക്കത്തിൽ അവർക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. ഈ 2 പേരും ദൈവശബ്ദം കേട്ട് എഴുന്നേറ്റ് വരുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. മൂന്നാമതായി, മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത സാധുക്യരുടെ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് അതിനെ മറുപടിയായിട്ട് ഉത്തരം നൽകുന്നത്, വാങ്ങിപ്പോകുന്നവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു എന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:30. ഇവിടെ മരണത്തോടുകൂടി ഒരു മാലാഖയായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നു എന്ന് കർത്താവ് സൂചന നൽകുകയാണ്. മാലാഖമാർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ഭൂമിയിലെ ജനങ്ങൾക്ക് നൽകുന്നു. ജനങ്ങളുടെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ അപേക്ഷകളോ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഈ ഒരു തരത്തിൽ മാലാഖയുടെ ദൗത്യം വളരെ ശ്രേഷ്ഠമാണല്ലോ. നാലാമതായി, മറുരൂപമലയിലെ സംഭവത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വാങ്ങിപ്പോയ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് കർത്താവിൻ്റെ കാൽവറിലെ യാഗത്തെക്കുറിച്ച് സംഭാഷിച്ചതായി ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിലും ലൂക്കോസിലും നാം വായിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ നമ്മുടെ വാങ്ങിപ്പോകുന്നവർ കടന്നു വരും. നമ്മുടെ വിഷമസന്ധികളിൽ നമ്മെ അവർ ശക്തീകരിക്കും. ദൈവഹിതം നമ്മെ അറിയിക്കും. അവർക്ക് നമ്മോട് സംസാരിക്കുവാനും നമുക്ക് അവരോട് സംസാരിക്കുവാനും എല്ലാം സാധിക്കും എന്നുള്ള സൂചനയാണല്ലോ മറുരൂപമലയിലെ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. അഞ്ചാമതായി, നമ്മുടെ കർത്താവ് ലാസറിൻ്റെ സഹോദരി മാർത്തയോട് പറയുന്ന ആ പ്രധാന പ്രഖ്യാപനമാണല്ലോ ഏറ്റവും പ്രധാനമായി നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 11:25. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല എന്നും അവർ ഈ ലോകവാസത്തിന് ശേഷവും ജീവിതം തുടരുന്നുവെന്നും കർത്താവിലൂടെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ശ്രേഷ്ഠമായ അവസ്ഥകളും സ്ഥാനങ്ങളും അവരുടെ സാഹചര്യങ്ങളുമെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. വാങ്ങിപ്പോയവരെക്കുറിച്ച് ഏറ്റവും മനോഹരവും പ്രത്യാശാ നിർഭരവുമായ മറ്റൊരു സൂചന നമുക്ക് ലഭിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ കാണുന്ന സ്വർഗരാജ്യത്തിൻ്റെ ദർശനമുണ്ട്. അവിടെ കയ്യിൽ കുരുത്തോലയുമായി വെള്ള നിലയങ്കി ധരിച്ച് എണ്ണിക്കൂടാൻ കഴിയാത്തവണ്ണം വളരെ വലിയൊരു പുരുഷാരം സ്വർഗത്തിലെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നതായി അദ്ദേഹം കാണുകയും അതങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു.
സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരെ തട്ടുകയുമില്ല എന്ന് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എത്ര വലിയ ആഹ്ലാദത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മുടെ വാങ്ങിപ്പോയവരായിരിക്കുന്നത് എന്ന് ഈ ഭാഗം നമ്മെ മനസ്സിലാക്കി തരുന്നു. അവരുടെ സ്വർഗീയ ആരാധനയുടെ ശബ്ദം അവിടെ വളരെ നിരന്തരമായി സ്വർഗീയ ആരാധന നടക്കുകയാണ്. ആ ശബ്ദം വളരെ ശാന്തമായി ശ്രദ്ധിച്ചാൽ നമുക്കും ശ്രവിക്കുവാൻ സാധിക്കും, കേൾക്കുവാൻ സാധിക്കുമെന്ന് പിതാക്കന്മാർ സാക്ഷിക്കുന്നു. ആ ശബ്ദം കേട്ട അനേക പിതാക്കന്മാരുള്ള സഭയാണ് നമ്മുടെ സഭ. ആ വലിയ സാക്ഷികളുടെ സമൂഹം നമ്മോടൊപ്പം സദാസമയത്തുമുണ്ട്. നമ്മുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും അവരുടെ സാന്നിധ്യമുണ്ട്. ശരീരമില്ലാത്തത് കൊണ്ട് നമുക്ക് അവരെ കാണുവാൻ കഴിയുന്നില്ല എന്ന് മാത്രം. പക്ഷേ അവർക്ക് നമ്മെ കാണാം. നമ്മുടെ ഓരോ ചെയ്തികളും അവർ മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുന്നു. ആകയാൽ അവരുടെ പ്രാർത്ഥന നമുക്കും നമ്മുടെ പ്രാർത്ഥന അവർക്കും സഹായകവും സംരക്ഷണവുമായിരിക്കട്ടെ. ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് എല്ലാ വാങ്ങിപ്പോയവരെയും നമ്മൾ അനുസ്മരിച്ച് ശുശ്രൂഷകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ എല്ലാ സാന്നിധ്യത്തിൻ്റെ വലിയ ശക്തി അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.